ഓ മൈ ഗോഡ്, ഇതേ ഇവിടെ ഒരു ഓട്ടോ എടുക്കണ നോക്കിയ മഹേന്ദ്ര ആൽഫ 2018 മോഡല്. കുറെ നാൾ ഓടാതെ കിടന്ന ഓട്ടോറിക്ഷ കേട്ടാ. എന്താ ഇവ ഫ്രണ്ടിലൊരു ഇടി കിട്ടിയിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ തുരുമ്പെടുത്ത് പോയി കിടക്കണേട്ടാ. കുറെ നാള് ആർക്കും വേണ്ടാണ്ട് എവിടെയോ കിടന്ന ഓട്ടോറിക്ഷയാണ്. ഈ പ്ലാറ്റ്ഫോം നോക്കിയേ, പ്ലാറ്റ്ഫോമൊക്കെ കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കട്ടാ. ഇവിടെയൊക്കെ കണ്ട ദ്രവിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. കണ്ട കമ്പനി എങ്ങനെയാ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും ഓട്ടോറിക്ഷ. കണ്ട പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കണ്ട ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ പോയി കിടക്കുകയാണ്. പിന്നെ കണ്ട എൻജിൻ റൂമൊക്കെ ഓക്കെ ഓടാണ്ട് കിടന്നിട്ടേ ഇതൊക്കെ ഇനി ഒന്ന് സർവീസൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. ഇവിടെയൊക്കെ പാച്ച് ഉണ്ട്. ഇപ്പൊ ചുറ്റോട് ചുറ്റും തുരുമ്പുണ്ട് കേട്ടാ. ഓടാതെ കിടന്നിട്ടേ തുരുമ്പായിട്ടിരിക്കുകയാണ്. ഇനി ഈ ഓട്ടോ പാച്ച് വർക്കും അതുപോലെ തന്നെ ബോഡി വർക്കും പെയിന്റിങ്ങും അപ്പോൾസറി ഒക്കെ കഴിയുമ്പോൾ വേറെ ലെവലാവൂട്ടാ. 2018 മോഡലാണ്. ഇതിന്റെ പുനർജന്മത്തിനായി വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നേട്ടാ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട ഞാനിപ്പോ എവിടെ നിൽക്കണേന്ന് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റൂട്ടാ ഞാനിപ്പോ എവിടെ നിൽക്കണേന്ന്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞാൻ ശ്രീജിത്തിന്റെ വർക്ക്ഷോപ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ അതെ ഈ ഓട്ടോറിക്ഷന്റെ വീഡിയോ ആണ്. 2018 മഹേന്ദ്ര ആൽഫ. അപ്പൊ ഈ ഓട്ടോറിക്ഷ കുറെ നാളുകൾ ഓടിക്കാണ്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ലവണ്ണം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന ശ്രീജിത്തിന്റെ വർക്ക്ഷോപ്പിന്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബറായ ഇതിന്റെ RC ഓണർ ഈ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പാച്ച് വർക്കും ബോഡി വർക്കും അതുപോലെ തന്നെ പെയിന്റിങ്ങും അപ്പോൾസറി കഴിയുമ്പോൾ വണ്ടി വേറൊരു ലെവലാകും. അപ്പൊ നമുക്ക് ശ്രീജിത്തിനെ വിളിച്ചിട്ട് ഇതിന്റെ എങ്ങനെയാണ് ഇത് പണിയാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു CNG ഓട്ടോറിക്ഷ കിടപ്പുണ്ട് കേട്ടോ, ബജാജ് Z. ശ്രീജിത്തിന്റെ വർക്ക്ഷോപ്പിൽ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വണ്ടികൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്തേ, ശ്രീജിത്തേ, ശ്രീജിയേ, അച്ഛനെ ഇതുണ്ട് ക്ലാസ് അടിപൊളി ക്ലാസ്സാണല്ലോ വെച്ചാണത്. പ്രൊട്ടക്ഷൻ അല്ലേ? ഇതെന്ത് പണിയത്? പാച്ചിങ് അല്ല, ഫുൾ പാച്ച് വർക്കാണോ? ഇവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ശ്രീജിത്ത് പണി നടന്നുകൊണ്ടിരിക്കാ. ആ ചിരി നോക്കിയ ശ്രീജിത്തിന്റെ ഈ ശ്രീജിത്തിന്റെ ചിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് വാട്ടാ. ശ്രീജിത്തിന്റെ ചിരി എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ ഡീസൽ എടുപ്പുണ്ട്, ബജാജ് Z ഡീസൽ. ഓ എങ്ങനെ ഫുൾ ബോഡി വർക്കാണോ? ഫുൾ ബോഡി വർക്കാണോ? അതല്ലേ തിരക്കൂടിയെന്നുള്ള വർക്ക്ഷോപ്പില്. ഒരു ആപ്പെ ക്ലാസിക് കിട്ടാ.
ശ്രീജിത്ത് നടക്കട്ടെ, കസ്റ്റമറെ പറഞ്ഞോ നമുക്ക് ലാസ്റ്റ് നോക്കാം. ശ്രീജിത്ത്, അതെ ഇവിടെ ഒരു CNG ഓട്ടോറിക്ഷ എടുപ്പുണ്ടല്ലോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാണ്. ഇന്ന് വന്നാണ് ബാക്ക് ഡോറൊക്കെ വെച്ച് അടിക്കാനായിട്ടാ. അതെ അല്ലേ? ഓ, അപ്പൊ നമ്മുടെ വീഡിയോ ഇടുന്നോണ്ട് പ്രയോജനം ഉണ്ടല്ലേ? പ്രയോജനമുണ്ട്. അതെ, ആ സൈഡാണ് മഹേന്ദ്ര ആൽഫ അല്ലേ? അതെ, അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന വണ്ടിയാണ്. അതെ അല്ലേ? നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ പുള്ളി കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന വണ്ടിയാണല്ലേ? അതെ അതെ, പുള്ളി എന്താ ആക്സിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് 1 വർഷമായിട്ട് വണ്ടി കയറ്റിയിട്ടേക്കായിരുന്നു. ഓ അതെ അല്ലേ? അപ്പൊ ഇനി ഇത് വേറെ ലെവലാക്കൂല്ലേ? നല്ല രീതിയിൽ പണിതിറക്കാൻ വേണ്ടി കൊണ്ടുവന്ന വണ്ടി. പുള്ളി വന്നിട്ട് വണ്ടി പണിതിട്ടില്ല. അതെ അല്ലേ? ഓ, അപ്പൊ ഞാൻ നോക്കിയിട്ട് നല്ല പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പാച്ച് വർക്ക് ഒരു ഇടിയുണ്ട്. പിന്നെ ഈ സെന്റർ പ്ലാറ്റ്ഫോം ഇച്ചിരി മോശമുള്ളൂ, അല്ലാണ്ട് വണ്ടിക്ക് വേറെ അപാകത ഇല്ല. നമ്മൾ ബോഡി ഇറക്കി അടി പെയിന്റ് അടിച്ചിട്ട് കയറ്റി പുത്തൻ ബോഡി അടിക്കേ. അതെ അല്ലേ? അപ്പൊ ഇതിന്റെ വർക്ക് എങ്ങനെ ചെയ്യാൻ പോണത്? പുള്ളി വർക്ക് നമ്മൾ ചെയ്യണ പോലെ നോർമൽ വർക്കാണ്. നോർമൽ വർക്ക് അല്ലേ? സൺസൈഡും മിററും ഉണ്ട്. അതായത് നമ്മുടെ ദീപുടെ വണ്ടി അതേപോലെ ഉള്ളിൽ ആർച്ചൊന്നും ഉണ്ടാവില്ല, അല്ലാണ്ടുള്ള വണ്ടി. നമ്മൾ മോജാന്റെ വണ്ടി പോണതല്ലേ, ആ രീതിയിലുള്ള പണിയാ. അപ്പോൾസറി ഒക്കെ ആര് ചെയ്യണ? സോമൻ ചേട്ടനാ? ഇത് പുള്ളിയുടെ കസിൻ പെയിന്റിംഗും ഉണ്ട്, അപ്പോൾസറി ഉണ്ട്. അത് രണ്ടും പുള്ളി തന്നെ ചെയ്യണം. അതല്ലേ? പുള്ളി അവിടെ ചെയ്യാന്ന് പറഞ്ഞത്. അതല്ലേ? അപ്പൊ ഈ വണ്ടി പണിത് വരുമ്പോ വേറെ ലെവലാകൂല്ലേ? അതെ അതെ, അടിപൊളിയാകും. വണ്ടി കണ്ടു കഴിയുമ്പോ അറിയാം നമുക്ക് അല്ലെ? അതെ അല്ലേ? അപ്പൊ എന്തായാലും ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിയുമ്പോ നമുക്കൊരു വീഡിയോ ചെയ്യാലോ? ആയിക്കോട്ടെ. ഈ വണ്ടിയുടെ അവസ്ഥ ഇപ്പൊ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടാ. ഇത് ഏത് മോഡൽ? ഇത് 2018. ഓ, 2018 ആകുമ്പോ BS4 എഞ്ചിൻ അല്ലേ? എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നല്ല പക്കയായിരിക്കും കേട്ടോ. പണിത് എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും വണ്ടി അല്ലേ? പിന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോ വണ്ടി വേറൊരു ലെവലാകും അല്ലെ? വണ്ടി പോലെ. പിന്നെ ശ്രീജിത്തിന്റെ കരവിരുത് അല്ലെ ഇതിന്റെ അത്ര പ്രകടമാകുമ്പോൾ അല്ലെ? ദീപുചാന്റെ വണ്ടിയുടെ സെയിം ഷേപ്പ് തന്നെ ആയിരിക്കും. അതെ അല്ലേ? ഓക്കേ, ഈ ഓട്ടോയുടെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ കണ്ടല്ല. അപ്പൊ ശ്രീജിത്ത് നല്ല അടിപൊളിയാക്കൂലേ ഇത്? നല്ല ബോഡി വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾസറിയും പെയിന്റിങ് ഒക്കെ കഴിയുമ്പോ നല്ല സൂപ്പർ ആകും, വേറെ ലെവലാകും അല്ലേ? അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ് ഈ ഓട്ടോറിക്ഷ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് വല്ല വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രീജിത്തായിട്ട് കോൺടാക്ട് ചെയ്യുക. വർക്ക്ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ഇടപ്പള്ളി ടോളിൽ നിന്ന് റൈറ്റ് പൂക്കാട്ടുപടി പോകുന്ന റോഡിൽ കങ്ങരപ്പടിയിൽ നിന്ന് വലത്തേക്ക് 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ശ്രീജിത്തിന്റെ വർക്ക്ഷോപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ ശ്രീജിത്തിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.